ആനയെഴുന്നള്ളിപ്പ് നിയന്ത്രണങ്ങൾക്കെതിരെ തൃശൂരിൽ പൂരപ്രേമി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ഉപവാസ സമരം തുടങ്ങി. മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിലാണ് ഉപവാസ സമരം നടക്കുന്നത്. കരുതലും കൈത്താങ്ങുമെന്ന താലൂക്ക് തല അദാലത്തിൽ 3-ൽ കൂടുതൽ പരാതികളും മറ്റ് ജനകീയ വിഷയങ്ങളും സമർപ്പിക്കാൻ സാധിക്കുന്നില്ല. പൊതുപ്രവർത്തകൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. 2024 കെടാമംഗലം സദാനന്ദൻ സ്മാരക അവാർഡുകൾ പ്രഖ്യാപിച്ചു. 5 മേഖലകളിലാണ് അവാർഡുകൾ നൽകുന്നത്. നാടകരംഗത്ത് വത്സൻ നിസരിക്ക് ശ്രേഷ്ഠ കലാനിധി പുരസ്കാരവും അലിയാർ മാക്കിയിലിന് കലാശ്രേഷ്ഠ പുരസ്കാരവും നൽകും. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ആനയെഴുന്നള്ളിപ്പ് നിയന്ത്രണങ്ങൾക്കെതിരെ തൃശൂരിൽ പൂരപ്രേമി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ഉപവാസ സമരം തുടങ്ങി. മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിലാണ് ഉപവാസ സമരം നടക്കുന്നത്. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ തൃശൂരിൽ വിവിധ ക്ഷേത്ര സമിതികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ കടുത്ത പ്രതിഷേധം നടന്നു വരികയാണ്. ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ തൃശൂരിൽ വിവിധ ക്ഷേത്ര സമിതികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ കടുത്ത പ്രതിഷേധം നടന്നുവരികയാണ്. ആന എഴുന്നള്ളിപ്പിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ജഡ്ജിമാരുടെ നീക്കത്തിൽ സംശയം പ്രകടിപ്പിച്ച് പൂരപ്രേമി സംഘം ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയിട്ടുണ്ട്. മൃഗസ്നേഹി സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നവരാണ് വിധി പ്രഖ്യാപിച്ച ജഡ്ജി ഗോപിനാഥൻ എന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ഗാന്ധിയൻ സമരമാർഗമായ ഉപവാസം സമരത്തോടൊപ്പം പൂരത്തിനുള്ള മേളം, പഞ്ചവാദ്യം തുടങ്ങിയ വാദ്യവിശേഷങ്ങളും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. പൂരപ്രേമി സംഘം സെക്രട്ടറിയായ അനിൽകുമാർ മോച്ചാട്ടിലാണ് ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയത്. ഭാരവാഹികളായ ബൈജു താഴേക്കാട്ട്, വിനോദ് കണ്ടെങ്കാവിൽ, നന്ദൻ വാഗയിൽ തുടങ്ങി നിരവധി പൂരാസ്വാദകർ നേതൃത്വം നൽകുന്നുണ്ട്. മീഡിയ ടൈം, തൃശൂർ. കരുതലും കൈത്താങ്ങുമെന്ന താലൂക്ക് തല അദാലത്തിൽ 3-ൽ കൂടുതൽ പരാതികളും മറ്റ് ജനകീയ വിഷയങ്ങളും സമർപ്പിക്കാൻ സാധിക്കുന്നില്ല. പൊതുപ്രവർത്തകൻ മുഖ്യമന്ത്രിക്ക് നിവേദനങ്ങൾ നൽകി. കഴിഞ്ഞ വർഷങ്ങളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തിയ കരുതലും കൈത്താങ്ങുമെന്ന താലൂക്ക് തല അദാലത്തുകൾ ജനങ്ങളിൽ നിന്നും വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. എന്നാൽ ഈ വർഷം നടക്കുന്ന കരുതലും കൈത്താങ്ങുമെന്ന താലൂക്ക് അദാലത്തിൽ 3-ൽ കൂടുതൽ പരാതികൾ സമർപ്പിക്കുവാൻ സാധിക്കുന്നില്ല. വെബ്സൈറ്റിൽ തന്നെ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. 3 പരാതിയിൽ കൂടുതൽ സമർപ്പിക്കുവാൻ സാധിക്കുന്നില്ലെന്ന് വെബ്സൈറ്റിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ വെബ്സൈറ്റിൽ പറയുന്ന 21 വിഷയങ്ങളെക്കുറിച്ച് മാത്രമാണ് പരാതി സമർപ്പിക്കാൻ സാധിക്കുന്നത്. മറ്റ് വിഷയങ്ങൾ മന്ത്രിമാർക്കോ വകുപ്പ് മേധാവികൾക്കോ നൽകാമെന്ന് പറയുന്നുണ്ടെങ്കിലും നാട്ടിലെ പല പൊതുവിഷയങ്ങളും ഇത്തരം അദാലത്തുകളിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ പരിഹാരം ഉടനെ ലഭ്യമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പൊതുപ്രവർത്തകർക്കും നാടിൻ്റെ നിരവധി ജനകീയ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ഇനം തിരിച്ച് പരാതി സ്വീകരിക്കുന്നതുകൊണ്ട് പരാതികളുടെ എണ്ണം കുറയ്ക്കുകയാണ് ലക്ഷ്യം. ഉദ്യോഗസ്ഥർക്ക് തൊഴിൽ ഭാരം കുറയുമെന്നതല്ലാതെ ഇത്തരം അദാലത്തുകൾ ജനകീയമാകുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. പൊതുപ്രവർത്തകർക്ക് ഉദ്യോഗസ്ഥരുടെയും നാടിൻ്റെയും വീഴ്ചകളും മറ്റും ചൂണ്ടിക്കാണിക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരങ്ങളാണ് നഷ്ടപ്പെടുന്നത്. ആയതിനാൽ ഇത്തരം അദാലത്തുകളിൽ നാടിൻ്റെ പൊതുവിഷയങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുവാനുള്ള അവസരം കൂടി ഇനി നടക്കുന്ന അദാലത്തുകളിൽ ഒരുക്കണമെന്നും പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ വർഷത്തെ കരുതലും കൈത്താങ്ങുമെന്ന താലൂക്ക് തല അദാലത്തിൽ 21 വിഷയങ്ങളിൽ മാത്രമാണ് നമുക്ക് പരാതി നൽകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരാൾക്ക് 3 പരാതിയിൽ കൂടുതൽ നൽകാനും സാധിക്കുന്നില്ല. വെബ്സൈറ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പൊതുപ്രവർത്തകർക്ക് നാടിൻ്റെ പല കുറവുകളും ചൂണ്ടിക്കാണിക്കാനുള്ള വലിയ അവസരങ്ങളാണ് ഈ അദാലത്തുകൾ. അപ്പോൾ ഈ അദാലത്തുകളിൽ പൊതുവിഷയങ്ങളും ചൂണ്ടിക്കാണിക്കുവാൻ ഇങ്ങനെ അക്കമിട്ട് ഇന്ന പരാതികൾ മാത്രം സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയുന്ന രീതിയോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. നാട്ടിലെ പല വിഷയങ്ങൾ, ഇപ്പോൾ KSRTC സംബന്ധിച്ച്, റോഡുകളെ സംബന്ധിച്ച്, കുടിവെള്ളത്തെ സംബന്ധിച്ച്, KSEBയെ സംബന്ധിച്ച്, അങ്ങനെ നിരവധി പൊതുവിഷയങ്ങൾ ഇത്തരം അദാലത്തുകളിൽ നമുക്ക് മന്ത്രിയുടെ ഒക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷെ ഇതൊന്നിനും ഈ 21 ഐറ്റം കാറ്റഗറി തിരിച്ചുകൊണ്ട് നമുക്ക് സാധ്യമാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ 100 ജനകീയ വിഷയങ്ങൾ ഷാൻഡി ജോസഫ് സമർപ്പിച്ചിരുന്നു. മീഡിയ ടൈം, മാള. കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനവും മേസിത്താരയ്ക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. യൂറിക്ക പത്രാധിപൻ KB ജനാർദ്ദനൻ മുഖ്യാതിഥിയായിരുന്നു.
AEO നിഷ TV, കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, പഞ്ചായത്ത് അംഗം CJ റെക്സ്, പ്രധാന അധ്യാപിക MK ഡൈനി, GHSS പ്രിൻസിപ്പൽ സുധീർ M, PTA പ്രസിഡന്റ് സന്ദേശ് നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് ഉച്ചതിരിഞ്ഞ് KB ജനാർദ്ദന്റെ നേതൃത്വത്തിൽ മിണ്ടിയും പറഞ്ഞും എന്ന പേരിൽ സംവാദം നടന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടികളിൽ പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി SSK തൃശൂർ BRC മാളയുടെ നേതൃത്വത്തിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ച് മേലടൂർ GLP സ്കൂളിൽ നിർമ്മിച്ച വർണ്ണക്കൂടാരത്തിന്റെയും അന്നമനട പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ പ്രവേശന കവാടത്തിന്റെയും ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നാളുകളുടെ ഭാവി വാഗ്ദാനങ്ങൾ നാളെ ഈ സമൂഹത്തെയും നാടിനെയും എല്ലാം നയിക്കേണ്ടതും അവരുടേതായിട്ടുള്ള അറിവുകൾ വികസിപ്പിച്ചെടുക്കേണ്ടതുമായിട്ടുള്ള ഒരു വേദിയാണ് വിദ്യാലയം എന്ന നിലയിൽ തന്നെ അതിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ നാടിന് വിവിധങ്ങളായിട്ടുള്ള അറിവുകളുള്ള നമ്മുടെ കുട്ടികൾക്ക് വിവിധ മേഖലകളിലേക്ക് കടന്നു വരുവാനും ലോകത്തെവിടെ നിന്നുമുള്ള എല്ലാ സാധ്യതകളെയും നമ്മുടെ നാട്ടിൽ ഉപയോഗപ്പെടുത്തുവാനും സാധിക്കുന്ന രീതിയിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഈ സർക്കാർ. പഞ്ചായത്ത് 4.3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്കൂളിന്റെ ചുറ്റുമതിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയതും പ്രവേശന കവാടം നിർമ്മിച്ചതും. ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ KA ഇക്ബാൽ മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ NJ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി. പ്രധാന അധ്യാപിക TK ഷാനി, പഞ്ചായത്ത് അംഗങ്ങളായ ആനി ആൻഡ്, ഷീജ നസീർ, ടെസി ടൈറ്റസ്, CK ഷിജു എന്നിവർ സംസാരിച്ചു. 2024 കെടാമംഗലം സദാനന്ദൻ സ്മാരക അവാർഡുകൾ പ്രഖ്യാപിച്ചു. 5 മേഖലകളിലാണ് അവാർഡുകൾ നൽകുന്നത്. നാടകരംഗത്ത് വത്സൻ നിസ്രിക്ക് ശ്രേഷ്ഠ കലാനിധി പുരസ്കാരവും അലിയാർ മാക്കേലിന് കലാശ്രേഷ്ഠ പുരസ്കാരവും നൽകും. കഥാപ്രസംഗ രംഗത്ത് കണ്ണൂർ രത്നകുമാർ കാതിക രത്ന പുരസ്കാരവും, നൃത്തരംഗത്ത് നിന്ന് നാട്യശ്രീ പുരസ്കാരം പറവൂർ ശശികുമാറും, കഥാപ്രസംഗ പരിപോഷകനുള്ള അവാർഡിന് KP സജിനാഥും എന്നിവരും അർഹരായി. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. കെടാമംഗലം സദാനന്ദന്റെ 99ാം ജന്മദിനത്തിലാണ് അവാർഡ് പ്രഖ്യാപനമെന്നും ഏപ്രിൽ 12-ന് അവാർഡ് ദാന ചടങ്ങിന്റെ തുടർച്ചയായി 1 വർഷം നീണ്ടു നിൽക്കുന്ന ജന്മശതാബ്ദി ആഘോഷങ്ങളും സംഘടിപ്പിക്കുമെന്ന് സംഘാടകരായ സൂരജ് സത്യൻ, OU ബഷീർ, മനോജ് കെടാമംഗലം, കെടാമംഗലം വിനോദ്, സിനിഷ് ചന്ദ്രൻ കെടാമംഗലം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആലിപ്പി ഋഷികേശ്, സൂരജ് സത്യൻ, പുളിമാത്ത് ശ്രീകുമാർ എന്നിവർ അടങ്ങുന്ന അവാർഡ് നിർണയ കമ്മിറ്റിയാണ് അവാർഡ് ജേതാക്കളെ തെരഞ്ഞെടുത്തത്. ഇനി നാട്ടിൽ നടന്നത്. കല്ലേറ്റിങ്ങര BVM ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിക്കുന്ന സാന്ത്വന ഭവനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് തറക്കല്ലിട്ടു. സ്കൂൾ മാനേജർ വർഗീസ് പന്തലുകാരൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ അബ്ദുൽ ഹമീദ് A, പഞ്ചായത്ത് അംഗം ഓമന ജോർജ്, ദി കാത്തലിക് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ആൻഡോ K ദേവസി, PTA പ്രസിഡന്റ് KA ജോൺസൺ, MA ഷൈന, റീനി റാഫേൽ എന്നിവർ സംസാരിച്ചു. വിദ്യാലയത്തിന്റെ നേതൃത്വത്തിൽ 7ാമത്തെ വീടാണ് നിർമ്മിച്ചു നൽകുന്നത്. വാസയോഗ്യമല്ലാത്ത വീട്ടിൽ കഴിയുന്ന വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കാണ് അധ്യാപകരിൽ നിന്നും സുമനസ്സുകളിൽ നിന്നും പണം സ്വരൂപിച്ച് സാന്ത്വന ഭവനങ്ങൾ ഒരുക്കുന്നത്. ചടങ്ങിൽ വിദ്യാർത്ഥി പ്രതിനിധികൾ, സാന്ത്വന ഭവനത്തിനായി സ്കൂളിനൊപ്പം സഹകരിക്കുന്ന അഭ്യുദയകാംക്ഷികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ സഹകരണ മന്ത്രിയുമായിരുന്ന CN ബാലകൃഷ്ണന്റെ 6ാം ചരമവാർഷികം CN സ്മൃതിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. അനുസ്മരണ സമ്മേളനം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. CNന്റെ ഭാര്യ തങ്കമണി, ജോസഫ് ചാലിശ്ശേരി, A സേതുമാധവൻ, മകൾ CB ഗീത, KP രാധാകൃഷ്ണൻ, സന്തോഷ് കോലഴി, V സുരേഷ് കുമാർ, NR രാധാകൃഷ്ണൻ, തൊമ്മി പിടിയത്ത്, ലിജോ ജോസഫ്, അജോ ജോൺ, ബിജു കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കൊഴൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശം ഡിസംബർ 15 ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പട്ടശ്രീകോവിലുള്ളൊരു ക്ഷേത്രം കൂടിയാണ്
പഴയ അടൂർ ഗ്രാമത്തിലെ 5 മഹാക്ഷേത്രങ്ങളിലൊന്നും കൂടിയാണത്. നമുക്കറിയാം, മറ്റ് മഹാക്ഷേത്രങ്ങളൊക്കെ പൊതുവിൽ എല്ലാവരും അറിയപ്പെടുന്നതാണ്. കുഴൂരും, ആലത്തൂര്, പുന്നമനട, ഇരാണിക്കുളം. അതേപോലെ തന്നെ ഭഗവതിക്ക് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള 108 ദുർഗാലയങ്ങളിലൊന്നും കൂടിയാണ് ഈ ക്ഷേത്രം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിട്ട് 8 വർഷത്തോളമായി. അപ്പം ഇതിനു മുമ്പ് അവിടെ പ്രാദേശികമായിട്ടുള്ള കമ്മിറ്റിയാണ് ക്ഷേത്രം നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ഒരു മഹാക്ഷേത്രത്തിൽ 12 വർഷത്തിലൊരിക്കലാണ് അഷ്ടബന്ധ കലശം നടക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഈയിടയ്ക്ക് ഉണ്ടായ പല കാരണങ്ങൾ നമുക്കറിയാം. കൊറോണ, വെള്ളപ്പൊക്കം മുതലുള്ള കാര്യങ്ങൾക്ക് നീണ്ടുപോകുന്നുണ്ട്. അത് ഈ വർഷം നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഡിസംബർ 10 മുതൽ 15 വരെ വിവിധ ഹോമങ്ങൾ, കലശപൂജകൾ, അഭിഷേകങ്ങൾ എന്നിവ നടക്കും. കാശാങ്കോട്ടം നാരായണൻ നമ്പൂതിരിപ്പാട്, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട്, സുനേശൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ എം വാരിജാക്ഷൻ, PI അനിൽകുമാർ, P ജയന്തൻ, TN പ്രകാശ് എന്നിവർ പങ്കെടുത്തു. മാള ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു. കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിൽ B ഗ്രേഡ് അംഗീകാരമുള്ള ലൈബ്രറിയിൽ 2023-24 ലൈബ്രറി കൗൺസിൽ ഗ്രാന്റ് തുകയ്ക്ക് വാങ്ങിയ പുതിയ പുസ്തകങ്ങളുടെ പ്രദർശനമാണ് നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. 1000-ത്തിലധികം പുസ്തകങ്ങളുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ കേരള ലൈബ്രറി കൗൺസിലിൻ്റെ ഗ്രാൻഡ് ഉപയോഗിച്ച് 21,000 രൂപയിലധികമായിട്ട് 103 പുസ്തകമാണ് ഇപ്പം നമ്മൾ മേടിച്ചിവിടെ പ്രദർശനത്തിന് വെച്ചേക്കുന്നത്. ഓരോ വർഷം ആ ഗ്രാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ പുതിയ പുതിയ പുസ്തകങ്ങൾ യുവതലമുറകൾക്ക് വായിക്കാനും മറ്റുള്ളവർക്ക് അറിവ് പകർന്ന്, അതുപോലെ PSC പോലെയുള്ള ടെസ്റ്റുകൾക്കും കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നബിസത്ത് ജലീൽ അധ്യക്ഷത വഹിച്ചു. മാള ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥി PS ആരാധ്യ എഴുത്തുകാരി അഷിതയുടെ കുഞ്ഞു കഥകളിൽ നിന്നുമുള്ള 12 യാത്രക്കാർ എന്ന കഥ അവതരിപ്പിച്ചു. 300ഓളം സ്ഥിര വായനക്കാരുള്ള ലൈബ്രറിയിൽ 10,000-ൽ അധികം പുസ്തകങ്ങളും PSC പഠന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വാർഡ് മെമ്പർ സാബു പോൾ എടാട്ടുകാരൻ, ഉഷ ബാലൻ, ലൈബ്രറിയൻ അനീഷ, ഭരണസമിതി അംഗങ്ങൾ, മാളവി സാഹിത്യ കൂട്ടായ്മ അംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, ഗ്രന്ഥശാലാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മാള ഹോളി ഗ്രേസ് അക്കാദമിയിൽ ലെഗാഡു 2K24 നാഷണൽ ലെവൽ മാനേജ്മെന്റ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ഡിസംബർ 18-ന് നടക്കുന്ന ഫെസ്റ്റിൽ ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ, മറ്റ് പ്രഗത്ഭരായ വ്യക്തികൾ എന്നിവർ പങ്കെടുക്കുമെന്ന് ഡോക്ടർ ജിയോ ബേബി, നിർമ്മൽ എബ്രാഹിം, അതുൽ കൃഷ്ണൻ, ആന്റോണിയോ ഡേവിസ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. നമുക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ 18-ാം തീയതി ബുധനാഴ്ചയാണ് ഫെസ്റ്റ്. രാവിലെ 10:30-ക്ക് നമ്മുടെ ഇനോഗ്രൽ സെറമണി കാണും. 9:30-ക്ക് ഇനോഗ്രൽ സെറമണി കാണും. 10:30 ആകുമ്പോൾ ഇവൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും. നേരത്തെ ജിയോ സാർ സൂചിപ്പിച്ച പോലെ ഓരോ ഗെയിമും ഈ കുട്ടികൾ പഠിച്ച് പാസ്സായി ജോലിയിലെത്തുമ്പോൾ അവരുടെ ജോലിയിൽ നേരിടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ നമ്മൾ അവർക്ക് ഗെയിമുകളുടെ രൂപത്തിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ നമ്മൾ 8 വിവിധ ഗെയിമുകളാണ് സംഘടിപ്പിക്കുന്നത്. 6 മാനേജ്മെൻറ്റ് ഇവൻറ്റ്സ് ഉണ്ട്. ഒപ്പം തന്നെ 5 മാനേജ്മെൻറ്റ് ഇവൻറ്റ്സും 3 നോൺ മാനേജ്മെൻറ്റ് ഇവൻറ്റ്സും ഉണ്ട്. ബെസ്റ്റ് മാനേജർ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ഗെയിം. ഒരു കുട്ടി ഒരു ജോലിക്ക് ചെന്ന് ഒരു ലീഡർ ആകുമ്പോൾ, ഒരു മാനേജറായി ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് നേരിടാൻ സാധ്യതയുള്ള ചലഞ്ചസ് ആണ് നമ്മൾ അവിടെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. രണ്ടാമത് ബെസ്റ്റ് മാനേജ്മെൻറ്റ് ടീം, 4 പേരടങ്ങുന്ന ഒരു ടീമിൻ്റെ ഗെയിമാണ്. ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും കൊടുക്കുക. ഫിനാൻസ് ഗെയിം ഉണ്ട് മൂന്നാമതായിട്ട്. അവിടെ ഒരു ഫിനാൻസ് മേഖലയിൽ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് അവർ നേരിടുന്ന ചലഞ്ചസും നടന്നു പോകാൻ സാധ്യതയുള്ള ഏരിയാസിനെ കുറിച്ചാണ് നമ്മൾ അവിടെ കവർ ചെയ്യുന്നത്. പിന്നെ HR ഗെയിമുണ്ട്, അതുപോലെ മാർക്കറ്റിംഗ് ഗെയിമുണ്ട്. ഈ 4 ടീം ഗെയിംസ് ആണ്. HR ഗെയിം, മാർക്കറ്റിംഗ് ഗെയിം, ബെസ്റ്റ് മാനേജ്മെൻറ്റ് ടീം, ഒപ്പം തന്നെ ഫിനാൻസ് ഗെയിം. കൊടുങ്ങല്ലൂർ തിരുവള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഗീതജ്ഞാനയജ്ഞത്തിന് തുടക്കമായി. തുടർച്ചയായി 6ാമത്തെ വർഷമാണ് ഇവിടെ ഗീതജ്ഞാനയജ്ഞം നടക്കുന്നത്. കോഴിക്കോട് ചിന്മയ മിഷൻ ആചാര്യൻ സ്വാമി ജിതാത്മാനന്ദ സരസ്വതിയാണ് യജ്ഞാചാര്യൻ. രാവിലെ സ്വാമിയെ ഗീതാശ്ലോകം ജപിച്ചുകൊണ്ട് പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് MK ഉദയഭാനു അധ്യക്ഷനായ ചടങ്ങിന് അമൃത ജിഫിൻ സ്വാഗതം ആശംസിച്ചു. കൊടുങ്ങല്ലൂർ ക്ഷേത്രം അടികൾ ബ്രഹ്മശ്രീ സത്യധർമ്മ നടികൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. അമൃത വിദ്യാലയം അധ്യാപികയും ആധ്യാത്മിക ആചാര്യയുമായ ഷീല, മാതൃസമിതി അധ്യക്ഷ സുരാഗി പ്രസാദ് എന്നിവർ സംസാരിച്ചു.
വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നത വിജയം കൈവരിച്ച കുമാരി ഇന്ദുലേഖ, ഡോക്ടർ VA അക്ഷയ, ഡോക്ടർ വൃന്ദ, കുമാരി ഡയാന ഷാജി എന്നിവരെ സ്വാമിജി അനുമോദിച്ചു. ധന്യ സെൽവകുമാർ നന്ദി പറഞ്ഞു. ബീന ജനാർദ്ദനൻ, സീന ഗിരീഷ്, പ്രമിത സജിത്, സുരേഷ്, ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. തുടർച്ചയായി 7 ദിവസവും 10:30 മുതൽ 12 വരെയാണ് നടക്കുക. 16-ന് യജ്ഞം സമാപിക്കും. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർവീസ് പെൻഷൻകാർ താലൂക്ക് ഓഫീസിന് മുൻപിൽ പ്രകടനവും ധർണയും നടത്തി. പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക, പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, DR കുടിശ്ശിക അനുവദിക്കുക, മെഡിസിപ്പ് അപാകത പരിഹരിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ ജില്ലാ കമ്മിറ്റി അംഗം KA അനീഫ ഉദ്ഘാടനം ചെയ്തു. TK സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. VK ജോഷി, സാംസ്കാരിക വേദി കൺവീനർ KM ബേബി എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് CS ശ്രീകുമാർ, K രാജഗോപാലൻ, NA കുഞ്ഞുമൊയ്തീൻ, തങ്കരാജ് എന്നിവർ നേതൃത്വം നൽകി. ഉത്തരവാദിത്വം മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രമേയത്തിൽ ആമ്പല്ലൂരിൽ ഡിസംബർ 27, 28, 29 എന്നീ തീയതികളിൽ നടക്കുന്ന SYS പ്ലാറ്റിനം ഇയർ സമാപന സമ്മേളനമായ കേരള യുവജന സമ്മേളനത്തിന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മം നടന്നു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഗേലൂലിൽ ബുഖാരി തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ സഖാഫി അധ്യക്ഷത വഹിച്ചു. SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം അസ്ഹരി, സമസ്ത കേന്ദ്ര മുശാവറ അംഗങ്ങളായ PSK മൊയ്തു ബാഗവി, IMK ഫൈസി, കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി വണ്ടൂർ അബ്ദുൾ റഹ്മാൻ ഫൈസി, മജീദ് കക്കാട്, CP സൈത്തലവി മാസ്റ്റർ ചെങ്ങര എന്നിവർ പ്രസംഗിച്ചു. സമസ്ത വൈസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഗി തങ്ങൾ പന്തൽ കാൽനാട്ടൽ ചടങ്ങിന് നേതൃത്വം നൽകി. 10,000 സ്ഥിരം പ്രതിനിധികളും 3 ലക്ഷം സന്ദർശകരും എത്തുന്ന സമ്മേളന നഗരിയിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ ചങ്ങാത്തം മുതലാളിത്ത നയത്തിനെതിരെ CPI അഷ്ടമിച്ചിറയിൽ ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KS ജയ ഉദ്ഘാടനം ചെയ്തു. പുറത്തുവരുന്ന പത്രവാർത്തകളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ അതിനേക്കാൾ ഉപരിയായി ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തപർവത്തിന് ഉത്തരവാദികൾ ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ കഴിയും. 2014 മുതൽ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന NDA സർക്കാരാണ് എന്ന്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടായ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള അരാജകത്വത്തെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. CPI നിയോജക മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. NK ബാബു, TN വേണു, KV സുജിത് ലാൽ, ബിന്ദു ബാബു എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ആനയെഴുന്നള്ളിപ്പ് നിയന്ത്രണങ്ങൾക്കെതിരെ തൃശൂരിൽ പൂരപ്രേമി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ഉപവാസ സമരം തുടങ്ങി. മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിലാണ് ഉപവാസ സമരം നടക്കുന്നത്. കരുതലും കൈത്താങ്ങുമെന്ന താലൂക്ക് തല അദാലത്തിൽ 3-ൽ കൂടുതൽ പരാതികളും മറ്റ് ജനകീയ വിഷയങ്ങളും സമർപ്പിക്കാൻ സാധിക്കുന്നില്ല. പൊതുപ്രവർത്തകൻ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. 2024 കെടാമംഗലം സദാനന്ദൻ സ്മാരക അവാർഡുകൾ പ്രഖ്യാപിച്ചു. 5 മേഖലകളിലാണ് അവാർഡുകൾ നൽകുന്നത്. നാടകരംഗത്ത് വത്സൻ നിസരിക്ക് ശ്രേഷ്ഠ കലാനിധി പുരസ്കാരവും അലിയാർ മാക്കിയിലിന് കലാശ്രേഷ്ഠ പുരസ്കാരവും നൽകും. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.